നമസ്കാരം. ജി ടി എഡ്യൂക്കേഷൻ്റെ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നാഷണൽ റീഡേഴ്സ് ഡേ, ദേശീയ വായനാ ദിനം. നമുക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ കയ്യിൽ കുറച്ച് പുസ്തകങ്ങളുണ്ട്. പുസ്തകങ്ങളാണ് ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നത്. ഏത് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലും അവന് പിടിച്ചു നിൽക്കാനായിട്ടുള്ള അറിവുകൾ, ആശയങ്ങൾ നൽകുന്ന പുസ്തകങ്ങളാണ്. വഴിയെടുക്കാതെയും പേടിപ്പിക്കാതെയും പഠിപ്പിക്കുന്ന നല്ല ഗുരുനാഥന്മാർ കൂടിയ പുസ്തകം. നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പ്രശസ്തമായ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. വായിച്ചും വളരാം, വായിക്കാതെയും വളരാം. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. ഇന്നത്തെ കാലത്ത് എത്ര ആൾക്കാർക്ക് വായിക്കാനുള്ള സമയമുണ്ടെന്ന് അറിയില്ല, ഈ പറയുന്ന എനിക്കായിരിക്കും. പക്ഷേ സമയമുണ്ടാക്കി നമ്മൾ വായിക്കണം. കാരണം പേപ്പർ വരെ വായിക്കുന്ന ശീലം കുട്ടികൾക്ക് കുറവാണ്, കൂടുതൽ മൊബൈൽ ഫോൺസൊക്കെ. അപ്പോൾ വായനയുടെ ഒരു ഗുണഫലം അനുഭവിച്ച ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനത് പറയാനായിട്ടുള്ള കാരണം. എൻ്റെ അധ്യാപകനാണ് എനിക്ക് ആദ്യമായിട്ട് ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ എന്നോട് പറയുന്നത്. ഞാൻ 9ാം ക്ലാസ്സിൽ എടുക്കുന്നത്. എൻ്റെ ഇംഗ്ലീഷ് അധ്യാപകനാണ്. എൻ്റെ പേര് ശ്രീ ടി ജെ പോൾ എന്നാണ്. അപ്പോൾ ആ അധ്യാപകൻ്റെ ആ നിർദ്ദേശപ്രകാരം ഞാൻ എൻ്റെ ജന്മസ്ഥലമായ കൊരട്ടിയിലെടുത്ത മെമ്പർഷിപ്പിൽ ഇപ്പോൾ ഏകദേശം 10-25 വർഷം പഴക്കമുണ്ട്. ഇപ്പോഴും വളരെ സമയക്കുറവൊക്കെ ആണെങ്കിലും സമയം ഉണ്ടാക്കി പുസ്തകങ്ങൾ പോയിട്ട് വായിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഏകദേശം അവിടെ മോട്ടിവേഷൻ രംഗത്തുള്ള ഭൂരിഭാഗം പുസ്തകങ്ങളും എനിക്ക് വായിക്കുവാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ പുസ്തകങ്ങൾ എനിക്ക് തന്നുകൊണ്ടൊരു അനുഭവം എന്ന് പറയുന്നത്, ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളിലും പിടിച്ചു നിൽക്കാനുള്ളൊരു ശക്തി. നമ്മൾ പലരും ജീവിതത്തിൽ പല പ്രതിസന്ധികളിൽ കൂടെ പോയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിന് നമ്മളെ സഹായിക്കാൻ പുസ്തകങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പുസ്തകം സാധിക്കും. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു പുസ്തകം ഞാനൊരു 4 പ്രാവശ്യം വായിച്ചു നോക്കണം. യു ക്യാൻ ബി, നിങ്ങൾക്കും വിജയിക്കാം. അതാണ് നമ്മൾ നമ്മുടെ ഈ ചെറിയ ട്യൂഷൻ സെന്ററിൽ അനുവർത്തിക്കുന്ന കാര്യം. ഏത് വ്യക്തിക്കും മനസ്സുണ്ടെങ്കിൽ വിജയിക്കാനായിട്ട് സാധിക്കും. അതിന് നല്ലൊരു കോച്ചും കൂടി അതിൻ്റെ ഒപ്പം വേണമെന്ന് മാത്രം. അപ്പോൾ നല്ല അറിവിലൂടെ, നല്ല വായനയിലൂടെ, നല്ല ആശയങ്ങളിലൂടെ നമുക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാം. അങ്ങനെ എല്ലാവരും വായിക്കുന്ന ഒരു സമൂഹമാവുമ്പോൾ ആ സമൂഹത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. ഇപ്പൊ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വെറും ധനസമ്പാദനത്തിന് വേണ്ടിയുള്ള മാത്രമുള്ള കാര്യമല്ല എന്നും, ആശയങ്ങളുടെ അല്ലെങ്കിൽ വലിയൊരു വിദ്യാധനം സർവ്വധനാൽ പ്രധാനമാണ് എന്നുള്ള ഒരു ആശയത്തിലേക്കും അതിൻ്റെ ഒരു ആവശ്യകതയും അതിൻ്റെ ഒരു വ്യാപ്തിയും അധ്യാപകരും വിദ്യാർത്ഥികളും മാതാപിതാക്കളും മനസ്സിലാക്കുകയും ഗുരുക്കന്മാർക്ക് നല്ല ഒരു ബഹുമാനം കൊടുക്കുന്ന ഒരു തലമുറയും ഇവിടെ ഉണ്ടായാൽ ഈ വായനയിലൂടെ പുതിയൊരു ലോകം തന്നെ കെട്ടിപ്പടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഈ വായനാ ദിനം അതിനുള്ള എല്ലാ ഊർജവും തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാ വിദ്യാലയങ്ങളിലും ഈ ഇന്നത്തെ ദിനത്തോടനുബന്ധിച്ച് വായനയെ വളരെയധികം സമ്പുഷ്ടമാക്കാനുള്ള പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. ഞാനും 1-2 പ്രോഗ്രാമുകളിൽ പങ്കെടുത്ത് വരികയാണെന്ന്. അപ്പോൾ ഈ ഒരു ദിവസം, ഈ ഒരു മാസം വായന മാസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന മാസമായിട്ടാണ്. ഇത് മാസവും ദിവസവും മാത്രമല്ല, നമുക്ക് വർഷം മുഴുവൻ അല്ലെങ്കിൽ ജീവിതത്തിൽ മുഴുവൻ ഇപ്പോൾ സമയക്കുറവാണെങ്കിൽ 1-2 സെന്റൻസ് എങ്കിലും നല്ലൊരു പുസ്തകങ്ങളൊക്കെ വായിക്കുവാനായിട്ടുണ്ടാകട്ടെ. അത് ഏത് ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, വളരെ പ്രശസ്തമായ ബുക്കുകൾ എല്ലാ ലാംഗ്വേജുകളും. അപ്പൊ അങ്ങനെ വായനയിലൂടെ നമുക്ക് നല്ലൊരു ലോകം കെട്ടിപ്പടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഔട്ട്.